നീയാണോ എന്നെ വിളിച്ചത്? അതെ. നീ എന്തിനാടി അലറി വിളിച്ചത്? അപ്പച്ചി അലറി വിളിച്ചപ്പോ ഞാനും വിളിച്ചു പോയതാ. ഇന്നലെ രാത്രി രക്തദാഹിയായ ഒരു പ്രേതം വന്ന് എന്നെ വല്ലാതെ പേടിപ്പിച്ചു. പ്രേതത്തെ സ്വപ്നം കണ്ട് കിടക്കുകയായിരുന്നു. ഒരു ഭീകര രൂപിയായ പ്രേതം വന്ന് എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കിയടി. അപ്പച്ചിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പോന്ന ഏത് പ്രേതോ ഈ നാട്ടിലുള്ളത്? വിട്ടേക്ക് അപ്പച്ചി. അല്ല, അപ്പച്ചി ഇന്ന് രാത്രി വന്ദനയുടെ മുറിക്ക് കാവലിരിക്കാൻ പോകുന്നില്ലേ? അവളുടെ മുറിക്ക് കാവലിരുന്നില്ലെങ്കിലേ നമ്മുടെ പദ്ധതിയൊക്കെ ചീറ്റിപ്പോവും. പറഞ്ഞേക്കാം. ചീറ്റുന്നെങ്കിൽ ചീറ്റട്ടെ. ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ കൊണ്ട് ഏലസ് ജപിച്ച് കിട്ടുന്നത് വരെ ഞാൻ പുറത്തിറങ്ങുന്ന പ്രശ്നമില്ല. അതുവരെ വന്ദനയുടെ മുറിക്ക് നീ കാവലിരിക്കണം. കൊള്ളാം, നല്ല കഥയെ. പ്രേതത്തിന് എന്നെ തന്നെ ഇട്ടുകൊടുക്കാൻ അപ്പച്ചിയുടെ പദ്ധതിയല്ലേ? നടക്കില്ല അപ്പച്ചി. ഞാൻ കാവലെടുക്കാനൊന്നും ഇല്ല. എടി, ഒരു വഴി കിട്ടിയടി. ഇനി മുതൽ ആരും കാവലിരുന്ന് ഉറക്കം കളയണ്ട. പകരം രാത്രി ജഗൻ ഉറങ്ങിക്കിടക്കുമ്പോ നമ്മൾ അവന്റെ മുറിയെ പുറത്തു നിന്നങ്ങ് പൂട്ടും. എന്നിട്ട് വെളുക്കുന്നതിന് മുമ്പ് ചെന്ന് തുറക്കുകയും ചെയ്യാം. എന്തു പറയുന്നു? നേരം വെളുക്കുമ്പോഴേക്കും ജഗൻ ഉറക്കം ഉണർന്ന് പുറത്തിറങ്ങാൻ പാടുപെടും. അഥവാ അതിനു മുമ്പ് വന്ദനെ കാണാൻ വേണ്ടി ജഗൻ വന്ന് മുറി തുറക്കാൻ ശ്രമിച്ച പൂട്ടിയിട്ടിരിക്കുന്ന മുറി തുറക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയുണ്ടടി എന്റെ ബുദ്ധി? സമ്മതിച്ചിരിക്കുന്നു അപ്പച്ചി. മുറി പൂട്ടിയത് നമ്മളാണെന്ന് ഒരിക്കലും ജഗൻ അറിയാൻ പോകുന്നില്ല. വന്ദനയോടൊപ്പം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കിടന്നുറങ്ങാവുന്ന ജഗന്റെ പൂതി നടക്കാനും പോകുന്നില്ല.